നമസ്കാരം. മധ്യപ്രദേശിലെ കോൺഗ്രസിൽ ചില അസ്വസ്ഥതകളുണ്ട്. അവിടെ നിന്നുള്ള ചില നേതാക്കൾ ഉടൻ തന്നെ ബിജെപിയിലേക്ക് എത്തിയേക്കാമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മ അവകാശപ്പെട്ടത് തൊട്ടു പിന്നാലെ മധ്യപ്രദേശിൽ ഒരു നാടകീയ നീക്കം നടന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നേതാവ് എന്നുള്ള ടൈറ്റിൽ എടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇതോടുകൂടി നകുൽനാഥ് ഉടൻ തന്നെ ബിജെപിയിലേക്ക് ചേക്കേറുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് മധ്യപ്രദേശിൽ കൂടുതൽ കരുത്ത് പ്രാപിക്കുന്നുണ്ട്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ ഒരു റിപ്പോർട്ട് ആദ്യം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നകുൽനാഥ് ബിജെപിയിലേക്ക് ചേരുകയാണെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തിരിച്ചടി, അതിലുപരി ഒരു നാണക്കേട്, അതിന്റെ തീവ്രത വളരെ വലുതായിരിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ഗോളിയോർ ചമ്പൽ രാഷ്ട്രീയക്കാരനായ അശോക് സിംഗിനെ നാമനിർദ്ദേശം ചെയ്തതാണ് നിലവിൽ ഈ കമൽനാഥിനും കൂട്ടർക്കുമുള്ള വലിയ ഒരു അതൃപ്തി. ഇതേ തുടർന്നാണ് കമൽനാഥ് ബിജെപിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ അടക്കം നിലനിൽക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഓരോ സംസ്ഥാനത്തേക്കും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര എത്തുന്നതിന് തൊട്ടു മുൻപ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. അവിടെ INDA മുന്നണിയുടെ നെടുന്തൂണായിരുന്ന നിതീഷ് കുമാർ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര പശ്ചിമ ബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് പടിയിറങ്ങിപ്പോയത്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ കരുത്തർ പടിയിറങ്ങുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ നകുൽനാഥ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതാവ് എന്നുള്ള ആ ടൈറ്റിൽ വെട്ടിമാറ്റിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.